നമ്മൾ വീനെക്കിൽ ചെയ്യുന്നൊരു ഡിസൈനാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇത് ഞാൻ തയ്ച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. തയ്ച്ച ഡ്രസ്സിലാണ് അത് ഞാൻ ചെയ്യുന്നത്. മുഴുവൻ തയ്ച്ചിട്ടില്ല കേട്ടോ, കൈയൊന്നും തയ്ച്ചിട്ടില്ല. നെക്ക് പിടിപ്പിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലാണ് നമ്മളിതിപ്പോൾ ചെയ്യാൻ പോണത് കേട്ടോ. ബാക്ക് നെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിന് ഇത് ചെയ്യുക, കൈ കൂട്ടുക, അത്രേ വേണ്ടു. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് നേരത്തെ ഞാനൊരു വീഡിയോ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് ഈ ഒരു മോഡലാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പോണത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നൂല് ആൻകറിൻ്റെ നൂല് തന്നെയാണ്. ഇത് കളറ് പോവില്ല എന്നുള്ളൊരു നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൻകറിൻ്റെ നൂലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈനിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ക്രോസ് സ്റ്റിച്ചാണ് കേട്ടോ. ക്രോസ് സ്റ്റിച്ച് ഉണ്ടല്ലോ, തുടക്കത്തിൽ എപ്പോഴും താഴത്തുനിന്ന് മുകളിലേക്ക് സ്റ്റിച്ചിടുന്ന വിധത്തിൽ വേണം ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഗ്യാപ്പ്, അതായത് ക്രോസ് ഒരേപോലെ വരണം. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഒന്നുമില്ലെങ്കിൽ നമുക്കിങ്ങനെ അടയാളപ്പെടുത്താം. ബ്ലാക്ക് ആയതുകൊണ്ട് അത്ര അടയാളപ്പെടുത്തുമ്പോൾ ചെറിയൊരു ഇത് വരും. അപ്പോൾ നമ്മളിങ്ങനെ ടേപ്പ് എടുത്തിട്ട് ഓരോ അടയാളങ്ങൾ അപ്പം ചെയ്ത് കൊടുത്താലും മതി. ബ്ലാക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ അത് മാറിപ്പോയില്ലേ. അപ്പം അതിന് പകരം ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിയാലും മതി കേട്ടോ. ഇതെല്ലാം തന്നെ 6 നൂലിലാണ് ചെയ്തിരിക്കുന്നത്. 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോ ക്രോസ് സ്റ്റിച്ചും കേട്ടോ. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഞാൻ ജസ്റ്റ് ഓരോ സ്റ്റിച്ച് ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യണത്. നമുക്ക് 2 സൈഡും ചെയ്യേണ്ടത് ഇതേ ഡിസൈൻ തന്നെയാണ്. എന്നാലും ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡ് ഒരു പോർഷൻ ചെയ്യണത് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ക്രോസ് സ്റ്റിച്ച് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. എളുപ്പമാണ് കേട്ടോ, ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡിലായിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യണത്. അതിനൊരു ബോർഡറിൻ്റെ ഉള്ളിലായിട്ടാണല്ലോ ഇപ്പോൾ ഇത് ചെയ്യണത്. അതിന് ഒരു ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 ബോർഡറും 2 കളറിലാണ് ചെയ്യണത് കേട്ടോ. ഇനി ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഡിസ്റ്റൻസ്, സ്റ്റിച്ച് ഒക്കെ ഏകദേശം ഒരേ വലുപ്പത്തിലാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒറ്റയടിക്ക് ചെയ്യാൻ, അതായത് ഒരു സൂചിയിൽ 3ഉം 4ഉം സ്റ്റിച്ച് എടുക്കാൻ അറിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്റ്റിച്ച് എടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ക്രോസ് സ്റ്റിച്ചിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് നമ്മുടെ ലേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് അലങ്കരിക്കുന്നത് കേട്ടോ. ലേസി സ്റ്റിച്ച് നമ്മൾ പല തവണ ചെയ്തതാണ്. വളരെ ഈസിയാണ്. എന്നാൽ ഫ്ലവർ ചെയ്യാനും ഡിസൈൻ ഫിൽ ചെയ്യാനും ഒക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാട്ടോ ലേസി സ്റ്റിച്ച്. ഇതുണ്ടല്ലോ, നേരിട്ട് ഡ്രസ്സിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ തുണി ഏതാണോ അതിൻ്റെ ഒരു പീസ് നമ്മുടെ റിങ്ങിൽ അങ്ങനെ മുറിച്ചിട്ട് റിങ്ങിൽ വെച്ചിട്ട് പിൻ ചെയ്യുക, ഒട്ടിക്കുക, എന്തെങ്കിലും ചെയ്യുക. എന്നിട്ട് അതിൽ ചെയ്തിട്ട് അത് വെട്ടിയിട്ട് ഇതങ്ങനെ കഴുത്തിൽ, എന്തായാലും ഇത് വീനെക്കിൽ കഴുത്ത് പിടിപ്പിക്കുമല്ലോ, സെപ്പറേറ്റ് വീനെക്ക് വെക്കുകയല്ലേ ചെയ്യുക. എന്നിട്ട് അങ്ങനെ വെച്ചാലും മതി, കുഴപ്പമില്ല കേട്ടോ.
ഇനി ഇതിൻ്റെ കയ്യിൻ്റെ പോർഷനിൽ റണ്ണിങ് സ്റ്റിച്ച് മാത്രം ചെയ്തിട്ട് ചെറിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റണ്ണിങ് സ്റ്റിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാണിക്കുക അവസാനം. അപ്പം നമ്മളിവിടെ ഡെയ്സി സ്റ്റിച്ചിന് ഓരോ നൂല് അറ്റത്ത് കൂടെ കൊടുത്തിട്ട് ഒന്നും കൂടി ഉറപ്പിക്കും. പിന്നെ ചെറിയൊരു ഡിസൈൻ കൂടി കൊണ്ടുവരാണ് കേട്ടോ. ഇതിൽ ഏകദേശം ഫിനിഷായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഒരേപോലെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ കയ്യിൽ ചെയ്തത് ഇതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.